ഇവിടെ ഏറ്റവും വലിയ വിമർശനമായി ഉന്നയിക്കപ്പെടാവുന്ന മറ്റൊരു കാര്യം എന്താണ്? ആരോഗ്യമന്ത്രിക്ക് നേരെയുണ്ടായ പ്രതിഷേധം അത് കഴിഞ്ഞ് എത്രയോ ദിവസങ്ങളിലായി തുടരുന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായും ആരോഗ്യമന്ത്രി ഉള്ള എല്ലാ ഇടങ്ങളിലും ആ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സുരക്ഷ ആരോഗ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ സുരക്ഷയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്റെ സംഘടന എനിക്ക് സംരക്ഷണം ഒരുക്കുമെന്നാണ് അവരുടെ മറുപടി. പക്ഷേ അതിനപ്പുറം പോലീസിന്റെ സുരക്ഷ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പോലെ ഒരു പൊതുജനങ്ങൾക്ക് ആക്സസ് ഉള്ള ഒരു സ്ഥലത്ത് ആരോഗ്യമന്ത്രി എത്തുമ്പോൾ അവിടെ ആരോഗ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ സുരക്ഷാ സംവിധാനങ്ങളുടെ വീഴ്ച കൂടിയുണ്ട് സനോജ് അതിൽ. അല്ല, അതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന നിരവധി പരിപാടികൾ കണ്ണൂരുണ്ടായിരുന്നു. അപ്പോൾ ചില വഴിയിൽ അവർ സഞ്ചരിക്കുന്ന വഴിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ കരിങ്കൊടി പ്രകടനമൊക്കെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളെ പോലീസ് സംവിധാനം അവിടെ എത്തിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് BJPയുടെ എന്തോ പ്രതിഷേധ പരിപാടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ശ്രദ്ധ കൂടുതലായിട്ടും BJP നടത്തിയിട്ടുള്ള പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുക. ഇത് ട്രെയിൻ കയറാൻ വേണ്ടി പോകുന്ന മന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് പോലീസ് എത്തി അവരെ മാറ്റിയത്. അല്ലാതെ ഇതൊരു ഒളിയാക്രമണമാണ്. അപ്പോൾ ഉള്ളിയാക്രമണം നടത്താൻ വേണ്ടി KSU ബോധപൂർവം നേരത്തെ തയ്യാറെടുത്ത് മന്ത്രി തന്നെ ആ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിയോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, രണ്ടു കൂട്ടരും പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അതായത് രണ്ടാമത്തെ കൂട്ടർ BJP ആയിരിക്കണം, അവർ പുറത്ത് പ്രതിഷേധിക്കുന്നുണ്ട്. അതേസമയം തന്നെ അകത്തും പ്രതിഷേധം നടന്നു എന്നുള്ളത് പോലീസ് അറിഞ്ഞിരുന്നു എന്നുള്ളത് മന്ത്രിയുടെ പ്രതികരണത്തിലുമുണ്ട്. അപ്പോൾ KSU പ്രവർത്തകർ ചാടി വീഴുന്നതും അവരെ പോലീസ് പിടിച്ചു മാറ്റുന്നതും മന്ത്രി അവരോട് ക്ഷോഭിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് സനോജ്, ഇല്ലേ? നമ്മൾ കാണുകയല്ലേ, മന്ത്രി അവരോട് തിരിച്ചു ശോഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മന്ത്രി ശോഭിക്കുന്നത് ഈ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നതിന് മുൻപാണോ ശേഷമാണോ? ഇല്ല, അതായത് പുറത്തെ BJPയുടെ സമരം അത് പ്രകടമാണ്. പുറത്ത് BJP ഇങ്ങനെ സംഘടിച്ചിട്ടുണ്ടെന്നും മുദ്രാവാക്യം വിളിക്കുന്നതെല്ലാം നേരത്തെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. പോലീസ് അതിനനുസരിച്ചുള്ള സുരക്ഷാ കാര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചു മന്ത്രി. ട്രെയിൻ കയറാൻ വേണ്ടി നോക്കുകയാണ്. സ്വാഭാവികമായിട്ടും ട്രെയിൻ കയറാൻ വേണ്ടി നോക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ റെയിൽവേ ട്രാക്കിൽ ഒളിച്ചിരുന്ന് ചാടി വീഴും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് യഥാർത്ഥ സമരം എന്തിനാണ്? സമരം ആളുകളെ, ജനങ്ങളെ അറിയിക്കാൻ, പ്രതിഷേധം അറിയിക്കാൻ, അങ്ങനെയൊക്കെയല്ലേ സമരം ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും മന്ത്രി പോകുന്ന ആളുകൾ കൂടുന്ന പൊതു ചടങ്ങിൽ അവർ കരിങ്കൊടി കാണിക്കട്ടെ, പൊതു ചടങ്ങിൽ വെച്ച് അവർ മുദ്രാവാക്യം വിളിക്കട്ടെ. ആർക്കാണ് ഇവിടെ തടസ്സം? മന്ത്രിയെ വഴി തടയും എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് എത്രയെത്ര സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് എത്രയോ കാലമായി നടക്കുന്ന പ്രതിഷേധം. കണ്ണൂരിൽ ഉമ്മൻചാണ്ടി വരും എന്നറിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയെ തടയാൻ, കരിങ്കൊടി കാണിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ സമരമായിരുന്നു അത്. അല്ലാതെ ഉമ്മൻചാണ്ടി പോകുന്ന വഴിയിൽ വെച്ച് ആരെങ്കിലും ഒളിയാക്രമണം നടത്തിയിട്ടില്ല. ഞങ്ങളൊക്കെ ആ സമരത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായതാണ്, പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. ആയിരക്കണക്കിന് ആളുകൾ, 100, 200, 300 അല്ല, ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ ഒരു സ്ഥലത്തേക്ക് ഉമ്മൻചാണ്ടി വരുന്നു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ചില സംഭവങ്ങൾ ഉണ്ടാവുന്നു എന്നല്ലാതെ അവിടെയെല്ലാം മുൻകൂട്ടി പ്രഖ്യാപിച്ച കാര്യമാണ്. ഇവിടെ എന്താണ്? മന്ത്രിയെ നേരത്തെ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഒരു കല്ലേറും നടന്നിട്ടില്ല. ആ കേസ് എന്താ സംഭവിച്ചത്? നിങ്ങൾ എന്താ മനസ്സിലാക്കിയ കേസ്? അതെ, എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി പറയട്ടെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ കേസിനകത്ത് രണ്ടാളെ ഉമ്മൻചാണ്ടി മാപ്പ് നൽകിക്കൊണ്ടാണ് നിങ്ങളുടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പൊ ജയിലിൽ കിടക്കാതിരിക്കുന്നത്. ആ കേസിൽ യോഗ്യതയും നിങ്ങൾക്കില്ല. അത് ആർക്കെതിരെ ഉണ്ടായാലും അത് ഒരുപോലെയല്ലേ? 117 ആളെയും വിചാരണ നടത്തി കോടതി വെറുതെ വിട്ടു. വിചാരണ നടത്തി കോടതി വെറുതെ വിട്ടു. ഞാൻ പറഞ്ഞത് അതല്ല ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ് അല്ലേ? ആക്രമണം ആർക്കെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതല്ലോ, ആർക്കെതിരെ ഉണ്ടായാലും അത് ഒരുപോലെയുള്ളതല്ലേ? ഇപ്പൊ സനോജ് ഉമ്മൻചാണ്ടിക്കെതിരെ ആക്രമണമേ ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ ശ്രമിച്ചാൽ അതല്ലല്ലോ അതിന്റെ യാഥാർത്ഥ്യം. ഞാൻ അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ സനോജിന്റെ ചോദ്യം അതാണ്, അന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതും അതുപോലെ തന്നെയല്ലേ സനോജ്? ഞാൻ അത് രണ്ടിനും ഒരുപോലെ തള്ളണ്ടേ? അല്ലാതെ ഒന്നിനെ മാത്രം എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? ഉമ്മൻചാണ്ടി ഒരിക്കലും അങ്ങനെയല്ല.
എന്തുകൊണ്ടല്ല? ഒരിക്കലും അങ്ങനെയല്ല. ഉമ്മൻചാണ്ടിക്കെതിരായി മുൻകൂട്ടി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്, മുൻകൂട്ടി പ്രഖ്യാപിച്ച സമരമാണ്. ആ സമരത്തിനിടയിലേക്കാണ് അതുകൊണ്ട് കല്ലെറിയാമെന്നാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കോടതി വെറുതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA-മാർ സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നെറ്റി നോക്കി നിങ്ങൾക്ക് കല്ലെറിയാം, നേരത്തെ നോട്ടീസ് കൊടുത്താൽ എന്നാണോ പോട്ടെ ന്യായീകരിക്കുന്നു? വസന്തേ, ഞാൻ വീണ ജോർജിനെതിരായി ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളിപ്പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. വീണ ജോർജിനെതിരായ ആക്രമണത്തിന് തെളിവില്ല. പക്ഷെ നിങ്ങൾ അതിനെ ന്യായീകരിക്കുക. ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് വീണ ജോർജ് പറഞ്ഞു ന്യായീകരണം ആര് പറഞ്ഞു? വേണ്ടേ, അവർക്ക് എവിടെ പരിക്ക് പറ്റി, എങ്ങനെ പരിക്ക് പറ്റി എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വെളിയിടാൻ പറ. പേടി വെറുതെ അനാവശ്യം ഉമ്മൻചാണ്ടി അങ്ങനെയൊന്നും കേട്ടോണ്ടിരിക്കാൻ സൗകര്യം ഉണ്ടാവില്ല. ഉമ്മൻചാണ്ടിയെ ആക്രമിച്ച് ന്യായീകരിക്കാൻ പോകുന്നു. അങ്ങനെയൊന്നും കേട്ടോണ്ടിരിക്കാൻ നിന്റെ ഞാൻ എന്റെ അവസരത്തിലാണ് പറയുന്നത്. നിങ്ങളുടെ അവസരത്തിൽ പല കള്ളവും ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞത് വീണ ജോർജിനെതിരായ ആക്രമണം ഉണ്ടായെങ്കിൽ 100% അപലപനീയമാണ്. ഞാൻ പറയട്ടെ, എന്റെ അവസരമാണ് എന്നതിന് യാതൊരു തെളിവുമില്ല. പക്ഷെ സനോജ് പറയുന്നത് എന്താ? സനോജ് പറയുന്നത് വീഡിയോ ഉണ്ടോ, ഫോട്ടോ ഉണ്ടോ, അത്രേ ഉള്ളൂ. വീഡിയോ, ഫോട്ടോ, ദൃശ്യമില്ലെങ്കിൽ സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ വേണ്ടി കഴിയോ? വീഡിയോ, ഫോട്ടോ, ദൃശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ വേണ്ടി കഴിയോ? എന്നാ പിന്നെ കോൺഗ്രസ് അങ്ങനെ പറ. വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരാത്ത ഒരു അക്രമമല്ല എന്ന് കോൺഗ്രസ് പറ. എന്നാൽ പിന്നെ നാളെ ആരൊക്കെ ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് പറയാൻ കഴിയില്ല. വെറുതെ എന്തെങ്കിലും പറയില്ല. ഇവിടെ വീണ ജോർജിനെ അതിക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു. സമരമാണ് എന്ന് പറയാൻ കഴിയില്ല. ഇത് ഗുണ്ടാ പ്രവർത്തനമാണ്. ഇത് VD സതീശന്റെ കൊട്ടേഷൻ സംഘമാണ് ഇത് നേതൃത്വം കൊടുത്തത്. ഇമാതിരി കൊട്ടേഷൻ പണിയെടുത്തിട്ട് അതിനെ ന്യായീകരിക്കുക, തള്ളി പറയുന്നതിന് പകരം. ഇത് സമരമല്ല, ഇതിനെ സമരമായിട്ട് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇത് തെമ്മാടിത്തമാണ്, ഗുണ്ടായിസമാണ്. ഈ ഗുണ്ടായിസത്തെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അതിന് പകരം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വീഡിയോ ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എന്നൊക്കെ നോക്കി പച്ചക്കള്ളല്ലേ ഇവർ പ്രചരിപ്പിച്ചത്. എന്താ ഇവരുടെ ചാനൽ വക്താവ് ജിൻഡോ ജോണി പോയിട്ട് പോസ്റ്റ് എന്താ? ഫേസ്ബുക്ക് പോസ്റ്റിൽ വീണ ജോർജിന്റെ ഒരു പഴയ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. എൻ്റെ കൈക്ക് ഇങ്ങനെ റൗണ്ട് ഇട്ടിട്ട് കൈക്ക് പരിക്ക് പറ്റിയെന്ന് വീണ ജോർജ് പറഞ്ഞു എന്ന് ഇവർ പറയുക. എവിടെ പറഞ്ഞു? വീണ ജോർജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും വീണ ജോർജിന്റെ കൈക്കാണ് പരിക്കുന്നത് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടുകയല്ലേ. എന്തിനാ? ഇവർക്ക് ന്യായീകരിക്കാൻ, ഒളിച്ചു വെക്കാൻ പലതുമുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. മെഡിക്കൽ റിപ്പോർട്ട് വരട്ടെ, എന്താ നിങ്ങൾ ധൃതി പിടിക്കുന്നത്? അവരിപ്പോൾ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ അവരെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നത്. മനസ്സിലായില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.